ലെവൽ നമ്പർ 1 ഇരിക്കുന്നത് ഒരു സീഡാണ്. നമ്മൾ സാധാരണ പറയുന്ന ഒരു സീഡാണ്. ഈ സീഡിന്റെ ഒരു പ്രത്യേകത, നമ്മളെല്ലാം ജനിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ ജന്മം എന്ന് പറയുന്നത് ഇറ്റ്സ് ലൈക്ക് എ സീഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് എൻ അൺമാനിഫെസ്റ്റഡ് സീഡ്. നമ്മളെല്ലാ മനുഷ്യരും നമ്മുടെ ജനനത്തിന് മുമ്പ് തന്നെ യഥാർത്ഥത്തിൽ വി ആർ എൻ അൺമാനിഫെസ്റ്റഡ് സീഡ്. അത് നമ്മുടെ ഉള്ളിൽ തന്നെ എന്താണ്, നമ്മൾ എന്തായി തീരണം, നമ്മുടെ ആ ട്രൂ പൊട്ടൻഷ്യൽ ഉള്ള DNA നമ്മളിലുണ്ട്. ആ പറയുന്ന ഡിവൈൻ നേച്ചർ നമ്മുടെ ഉള്ളിലുണ്ട്. അതുകൊണ്ടാണ് അതിന് അൺമാനിഫെസ്റ്റഡ് സീഡ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഓരോരുത്തരും സ്റ്റേജ് നമ്പർ 1 എന്ന് പറയുന്നത് അൺമാനിഫെസ്റ്റഡ് സീഡ് എന്ന് പറയും. അപ്പോൾ ഈ പറയുന്ന അൺമാനിഫെസ്റ്റഡ് സീഡ് രണ്ടാം ഘട്ടത്തിലോട്ട് കടക്കില്ല. കാരണം അതിലോട്ട് കടക്കണമെങ്കിൽ വി ഷുഡ് ഹാവ് കോൺഷ്യസ്നെസ്. നമ്മുടെ ഉള്ളിൽ ബോധമുണ്ട്. 4 തലത്തിലുള്ള കോൺഷ്യസ്നെസ്സിൽ നമ്മൾ ഈ പറയുന്ന സീഡ് എന്ന് പറയുന്ന അൺമാനിഫെസ്റ്റഡ് സീഡ് എന്ന് പറയുന്നത് ഒരു അൺകോൺഷ്യസ് മൈൻഡാണ്. ആ അൺകോൺഷ്യസ് മൈൻഡിനെ നമ്മൾ ഉണർത്തിയില്ല എങ്കിൽ വി കനോട്ട് ഗോ ടു ദ ലെവൽ 2, 3 and 4. അപ്പം നമ്മുടെ ആളുകൾ പൊതുവെ ചിന്തിച്ചു വെച്ചിരിക്കുന്ന അല്ല മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്, നമ്മൾ സാധാരണയായിട്ട് ഒരു കുഞ്ഞ് ജനിച്ചു, അവൻ്റെ ജീവിതം നമ്മൾ കാണുന്നുണ്ട്, ഇതാണ് യഥാർത്ഥത്തിലുള്ള ജീവിതം എന്നുള്ള തെറ്റായിട്ടുള്ള ധാരണയാണ്. മലയാളികൾ, ഞാൻ വീണ്ടും പറയുകയാണ്, 96% പേരും ഈ അൺമാനിഫെസ്റ്റഡ് സീഡിൽ മാത്രം ഇരുന്നു കൊണ്ട് അവർ ജനിക്കുന്നു, അവർ മരിക്കുന്നു.